അജീഷ് ജയകുമാർ കൂടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ് ജയകുമാർ, ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു എങ്കിലും പാകിസ്ഥാന്റെ നീക്കങ്ങളെ സംശയത്തോടു കൂടി തന്നെ ഇന്ത്യ കാണേണ്ട നിലയുണ്ട്. കാരണം വീണ്ടും ഈ വെടിനിർത്തലിന് ശേഷവും ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത്? ഈ ധാരണാലംഘനം അത് അന്താരാഷ്ട്ര തലത്തിലടക്കം ഇത് ഉയർത്താനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇങ്ങനെ ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നുണ്ടെങ്കിലും സിന്ധു നദീജല കരാറിൻ്റെ കാര്യത്തിലാണെങ്കിലും കർത്താർപുർ ഇടനാഴിയുടെ കാര്യത്തിലാണെങ്കിലും ഒന്നും മറ്റൊരു തീരുമാനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. എങ്ങനെയായിരുന്നു അങ്ങനെ എന്ന നിലയിൽ തന്നെ തുടരുന്നു. തുടർ ചർച്ചകൾ എങ്ങനെയാണ്? ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതലായി എന്ത് നിലപാടുകൾ പ്രതീക്ഷിക്കണം അജീഷ് ജയകുമാർ? രഞ്ജിത്ത്, ഈ സീസ് ഫയർ ഉണ്ടെങ്കിൽ പോലും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ കർത്താർപൂർ ഇടനാഴി തൽക്കാലം തുറക്കാത്തതും ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച തീരുമാനം അതിൽ നിന്ന് പിൻവാങ്ങാത്തതും. നിലവിൽ ഈ രണ്ട് തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല. തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ 3:30-ക്കാണ് പാകിസ്ഥാൻ ഡിജിഎംഒ ഇന്ത്യൻ ഡിജിഎംഒയെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു സീസ് ഫയറിന് തയ്യാറാണ് എന്ന് അറിയിച്ചത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇങ്ങനെ ഒരു ധാരണയിലെത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്. പിന്നീട് 5 മണിയോടെ അങ്ങനെ ഒരു ധാരണയിലെത്തുന്നു. പിന്നീട് ട്രംപ് അത് പുറത്തിറക്കിക്കുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താക്കൾ തന്നെ അത് സംയുക്തമായി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ വാർത്താ സമ്മേളനം നടത്തി ഏതാണ്ട് 2-3 മണിക്കൂർ അത്രയും മാത്രമായിരുന്നു ഈ സീസ് ഫയറിന് ആയുസ് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് അതിർത്തിയിലെ ആകാശത്ത് വന്ന ഡ്രോണുകളും സ്ഫോടന ശബ്ദങ്ങളും ഒക്കെ. പിന്നീട് ഇത് ആദ്യമൊക്കെ ഈ വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും കരുതിയിരുന്നത് ഇങ്ങനെ ഒരു ഹോട്ട്ലൈൻ വഴിയുള്ള ഒരു ധാരണയാണെങ്കിൽ പോലും അത് ഈ പാകിസ്ഥാന്റെ ഈ അതിർത്തിയിലുള്ള കമാൻഡർമാർക്ക് അത്തരത്തിലുള്ള ഒരു കമാൻഡിംഗ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ സീസ് ഫയർ വന്നു എന്നുള്ളൊരു ഓർഡർ എത്തിയിട്ടില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധ വകുപ്പൊന്നും ആദ്യം ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രകോപനത്തെക്കുറിച്ചൊരു സ്ഥിരീകരിക്കാത്തത്. പിന്നീട് ഒരു 10 മണിയോടെയാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം വരുന്നത്. പാകിസ്ഥാൻ ഈ പ്രകോപനം തുടരുന്നു, ഒപ്പം തന്നെ സീസ് ഫയറിന്റെ ലംഘനമാണ് നടത്തിയെന്നൊരു സ്ഥിരീകരണം വരുന്നു. കൂടാതെ പാകിസ്ഥാനെ ശക്തമായി ഒരു താക്കീതും തരുന്നു. പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിക്കുകയും ചെയ്തുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനം വരുന്നു. കൂടാതെ ഡിജിഎംഒ തലത്തിൽ വീണ്ടും ഒരു ഫോൺ കോൾ അത് പാകിസ്ഥാന്റെ ഡിജിഎംഒയ്ക്ക് പോയി നിങ്ങളുടെ ഈ നടപടി അത് പിൻവലിക്കണം, അത് ശക്തമായി അപലപിക്കുന്ന രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. പിന്നീട് നമ്മൾ കണ്ടതാണ് പല ലോകരാഷ്ട്രങ്ങളും ആ സമയത്തൊക്കെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ ഈ സീസ് ഫയർ ഉടമ്പടിയെ പ്രകീർത്തിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ സമയത്തൊക്കെ ട്വിറ്ററിൽ ഉണ്ടായിരുന്നത്. അത് പല ലോകരാജ്യങ്ങളും സൗദി അറേബ്യയും അമേരിക്കയും ചൈനയും അടക്കമുള്ള പല രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ ഈ സീസ് ഫയർ ഉടമ്പടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു. ആ പോസ്റ്റ് തന്നെയാണ് ഒരു സമയത്ത് ഏതാണ്ട് 8 മണിയോട് ആ പോസ്റ്റ് തന്നെ നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിർത്തിയിൽ വലിയ ശബ്ദങ്ങൾ, വലിയ സ്ഫോടനങ്ങൾ നടക്കുകയായിരുന്നു. ഈ സീസ് ഫയറിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യം അതിർത്തി കടന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് രാത്രി വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകര കാര്യം. എന്തായാലും ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്നലെ രാത്രി തന്നെ നൽകിയിരുന്നു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് ഇന്നലെ രാത്രിയിലുണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിച്ച് നൽകി. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഒരു പ്രകോപനം ഉണ്ടാകാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഇപ്പോഴും രാജ്യം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏതൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സജ്ജമായി തന്നെ തുടരുകയാണ് സേനകൾ. സേനയുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രകോപനം ഉണ്ടാകില്ല എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഈ ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കുമെന്നുള്ളൊരു പ്രതികരണം കൂടി അവസാനമായി വരുന്നു. അതാണ് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം. അതിനുശേഷം ആ കാര്യമായിട്ട് ഒരു പ്രതികരണമൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നോ ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. നിലവിൽ എന്തായാലും സ്ഥിതിഗതികളൊക്കെ ശാന്തമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇങ്ങനെ തന്നെ പോകുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലത്തെ പോലെ ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകില്ലെന്നാണ് രാജ്യം കണക്കുകൂട്ടുന്നത്.